മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCQ ആണ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ MCQ ആണ് നമ്മൾ ചെയ്യുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോവാം. പോരെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് Z റെപ്രസെന്റ് ഇൻ ന്യൂക്ലിയഡ് നൊട്ടേഷൻ? ഒരു ന്യൂക്ലിയസിന്റെ നൊട്ടേഷനകത്ത് Z എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കോണേ. നമ്മളൊരു ന്യൂക്ലിയർ സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? Z A, ഇവിടെ X ഉണ്ട്, ശരിയല്ലേ? നോക്കിയേ, ഇതിനകത്ത് എന്തൊക്കെയാ? ഓരോന്ന് എന്തൊക്കെയാ? X എന്ന് പറയുന്നത് കെമിക്കൽ സിമ്പിള്, Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, A എന്ന് പറയുന്നത് മാസ് നമ്പർ. ശരിയാണോ? കെമിക്കൽ സിമ്പിൾ ഇത്, ശരിയല്ലേ? ഇത് മാസ് നമ്പർ, ഇത് അറ്റോമിക് നമ്പർ. എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ആണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്തിനു തുല്യമാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമാണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമാണ്. അതുപോലെ ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനും തുല്യമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്തൊക്കെ വരാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് വരാം. നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണം, അല്ലെ? ഇലക്ട്രോൺസിന്റെ എണ്ണം. ഇതെന്താണ്? അറ്റോമിക് നമ്പർ. ഓക്കെ, ഇനി നോക്കിയേ, മാസ് നമ്പർ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പറും അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. വാട്ട് ഡസ് Z റെപ്രസെന്റ് ഇൻ ന്യൂക്ലിയഡ് നൊട്ടേഷൻ? ഒരു ന്യൂക്ലിയസിന്റെ റെപ്രസെന്റേഷൻ അത് Z എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഉത്തരവായല്ലോ. എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ്? മാസ് നമ്പർ, ന്യൂട്രോൺ നമ്പർ, അറ്റോമിക് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എന്താണ് വരേണ്ടത്? അല്ലേ? അറ്റോമിക് നമ്പർ വരാലോ. അറ്റോമിക് നമ്പർ വരാം, അറ്റോമിക് നമ്പർ വരാം. അതുപോലെ പ്രോട്ടോണിന്റെ എണ്ണം വന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു, ശരിയല്ലേ? യെസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നായിരുന്നെങ്കിലും കറക്റ്റ് ആയിരുന്നു. ക്ലിയർ ആണ്? അപ്പം Z എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? Z റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റോമിക് നമ്പറിനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോരെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്നതിനകത്ത് ആര് എന്നാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന ആരൊക്കെയാ? N എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോൺസ്. A എന്താണ്? A എന്താണ്? മാസ് നമ്പർ. Z എന്താണ്? അറ്റോമിക് നമ്പർ. ഓക്കെ. X എന്താണ്? അതിന്റെ കെമിക്കൽ സിമ്പിൾ ആണ്. കെമിക്കൽ സിമ്പിൾ ആണ്. ന്യൂക്ലിയർ സ്പീഷീസിന്റെ സിമ്പിൾ ആണത്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പം എന്ന് വെച്ചാൽ ന്യൂട്രോൺസിന്റെ എണ്ണമാണ്. ന്യൂട്രോൺസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്, അല്ലേ? നമുക്കിവിടെ ചോദ്യം എന്താണ്? പ്രോട്ടോൺസിനെ കാണിക്കുന്നത് ആര്? മാസ് നമ്പർ ആണോ? അറ്റോമിക് നമ്പർ ആണോ? കെമിക്കൽ സിമ്പിൾ ആണോ? ന്യൂട്രോൺസിന്റെ എണ്ണമാണോ? ഉത്തരം പറഞ്ഞാട്ടെ. ഉത്തരം എന്താ? അറ്റോമിക് നമ്പർ. എന്താണ്? അറ്റോമിക് നമ്പർ. എളുപ്പമല്ലേ? എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ? നോക്കാം. പോരെ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് Z is equal to 6 and N is equal to 7. Z തന്നിട്ടുണ്ട്. Z എത്ര തന്നിരിക്കുന്നത്? 6 എന്നാണ് തന്നിരിക്കുന്നത്. Z 6 എന്നാണ് തന്നിരിക്കുന്നത്, അല്ലേ? N എന്താണ്? 7 ആണ്. Z 6 ആണ്, N എന്ന് പറയുന്നത് 7 ആണ്. വാട്ട് ഈസ് മാസ് നമ്പർ? മാസ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Z എന്ന് പറയുന്നത് 6, അല്ലേ? N എന്ന് പറയുന്നത് 7. മാസ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണേ. യെസ്. നോക്കാം. മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A is equal to Z plus N എന്നല്ലേ? ആണ്. Z തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്ര തന്നിരിക്കുന്നത്? 6, അല്ലേ? N എത്ര തന്നിരിക്കുന്നത്? 7. 6 plus 7 എത്ര വരുന്നേ? 13 അല്ലേ വരുന്നേ? അപ്പൊ ഉത്തരമായില്ലേ? നോക്ക്, ഇതിനകത്തുണ്ടോ? 13 ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ഇതല്ലേ ആൻസർ. മനസ്സിലായോ? നോക്കിയാട്ടെ. ഇഫ് Z is equal to 6 and N is equal to 7, what is മാസ് നമ്പർ? മാസ് നമ്പർ കണ്ടുപിടിക്കാൻ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ മതിയോ? ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോരെ. വാട്ട് ഡസ് A റെപ്രസെന്റ് ഇൻ ദ നൊട്ടേഷൻ XZ? ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. XZ. ഇതിനകത്ത് A എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവർക്കും ഉത്തരം അറിയാലോ. A എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണോ? അല്ല. നമ്പർ ഓഫ് ന്യൂട്രോൺ നമ്പർ ആണോ? അല്ല. അറ്റോമിക് നമ്പർ ആണോ? A4 അറ്റോമിക് നമ്പർ ആണോ? അല്ല. A4 എന്താണ്? മാസ് നമ്പർ ആണ്. കിട്ടിയല്ലോ? എളുപ്പമല്ലേ? പ്രശ്നമില്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നോക്കാം, മുന്നോട്ട് പോവാം. പോരെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിമ്പിൾ റെപ്രസെന്റ്സ് ദ കെമിക്കൽ എലമെന്റ് ഇൻ ന്യൂക്ലിയഡ്
നൊട്ടേഷൻ അല്ലേ. കെമിക്കൽ സിമ്പിൾ കാണിക്കുന്നത് കെമിക്കൽ അല്ലേ, കെമിക്കൽ എലമെന്റ് അല്ലെങ്കിൽ കെമിക്കൽ സിമ്പിൾ, ആ ന്യൂക്ലിയർ സ്പീഷീസിന്റെ സിമ്പിൾ ഇതിനകത്ത് ഏതാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇസഡ്. ഇസഡ് എന്താണ്? ഇസഡ് അറ്റോമിക് നമ്പർ അല്ലേ. എക്സ് എന്താണ്? എക്സ് ആണ് സിമ്പിൾ. എൻ എന്താണ്? ന്യൂട്രോണിന്റെ എണ്ണം. എ എന്താണ്? മാസ് നമ്പർ. അപ്പൊ എല്ലാം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവിടെ എന്താ വേണ്ടത്? കെമിക്കൽ എലമെന്റ് ആണ്. കെമിക്കൽ എലമെന്റ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റെപ്രസെന്റേഷൻ നോക്കാം. എക്സാമ്പിൾ അല്ലെ, ഹൈഡ്രജൻ 1H1 ശരിയല്ലേ, 1H2, അവിടെ നോക്കിയേ 1H3. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനകത്ത് 1 എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ. 2 എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3 ഇതൊക്കെ എന്താണ്? മാസ് നമ്പർ. ശരിയല്ലേ. ഈ എച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ്? അതാണ് അതിന്റെ സിമ്പിൾ അല്ലെ, കെമിക്കൽ സിമ്പിൾ. കെമിക്കൽ എലമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ഹൈഡ്രജൻ. മറ്റൊരു എക്സാമ്പിൾ കാർബൺ നോക്കാം. കാർബൺ അല്ലെ, C612, C613, C614. ഇവിടെ 6 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ അല്ലെ. 12, 13, 14 എന്നൊക്കെ പറയുന്നത് എന്താണ്? മാസ് നമ്പർ. സി എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ സിമ്പിൾ. സിമ്പിൾ ഇതാണ്. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. പോരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ന്യൂക്ലിയഡ് ഹാസ് 10 പ്രോട്ടോൺസ് എത്ര ഉണ്ട്? പ്രോട്ടോൺസ് എത്ര ഉണ്ട്? 10. ആൻഡ് ന്യൂട്രോൺസ് എണ്ണം തന്നിട്ടുണ്ട്. ന്യൂട്രോൺസ് എണ്ണം എത്രയാണ്? 12. പ്രോട്ടോൺ എന്നുണ്ട്, ന്യൂട്രോൺ എന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാസ് നമ്പർ എന്ന് പറയുന്നത് Z+N എന്നാണ്. ശരിയല്ലേ. നേരിട്ട് നമുക്ക് ഇസഡ് തന്നിട്ടില്ല, പക്ഷെ പ്രോട്ടോണിന്റെ എണ്ണം തന്നെ, പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ഇസഡിന്റെ എണ്ണം. അപ്പൊ ഉത്തരമായില്ലേ? നോക്കാം എങ്ങനെ ചെയ്യുന്നേ. 10 + 12 ചെയ്താൽ മതിയാകും. എത്ര കിട്ടും? 22 കിട്ടും. 22 ഉണ്ടോ? ഓപ്ഷനകത്തുണ്ടല്ലോ. അപ്പൊ നോക്കിയേ, പ്രോട്ടോണിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്, ന്യൂട്രോണിന്റെ എണ്ണം ഉണ്ട് അല്ലെ. അറ്റോമിക് നമ്പർ തന്നിട്ടില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടോണിന്റെ നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ. ഉത്തരമായില്ലേ? ഉത്തരവായി. ആൻസർ എന്താണ്? 22. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകാം. പോരെ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? അറ്റോമിക് നമ്പർ ഇസഡ്. അത് എന്തിന് തുല്യമാണ്? പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമാണെന്നും ഇലക്ട്രോണിന്റെ എണ്ണത്തിന് തുല്യമാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കാം ഓപ്ഷൻസ്. അറ്റോമിക് നമ്പർ നോക്ക്. ന്യൂട്രോൺസിന് എണ്ണം എന്ന് പറയുന്നു തെറ്റ്. ഇലക്ട്രോൺസിനെ ന്യൂട്രൽ ആറ്റം എന്ന് പറയുന്നു. ഇലക്ട്രോൺസിന്റെ എണ്ണം ശരിയാണ്. പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് തെറ്റാണ്. നൺ ഓഫ് ദീസ്. അപ്പോൾ ഏതാ ഇതിനകത്ത് ശരി? ഇലക്ട്രോൺസിനെ ന്യൂട്രൽ ആറ്റം അല്ലെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് മാത്രം വന്നായിരുന്നെങ്കിലും ശരിയായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, ദ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ്. ആൻസർ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? പോരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a nucleated notation, what does n represent? n എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു ന്യൂക്ലിയഡ് നൊട്ടേഷനകത്ത് n എന്തിനെയാണ് കാണിക്കുന്നത്? നമുക്കറിയാലോ, എക്സ് എന്ന് പറയുന്നത് Z+A ആണ്. എക്ക് പകരം എന്ത് കൊടുക്കാം? Z+ എന്തെന്ന് കൊടുക്കാം? n എന്ന് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് n എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? n എന്താണ്? n എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണോ? അല്ല. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ? ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ശരിയല്ലേ? അപ്പൊ ഉത്തരമായില്ലേ? നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, മുന്നോട്ട് പോവാം. പോരെ. അടുത്തത്, ഇഫ് എ എന്ന് പറയുന്നത് Z+N, ന്യൂക്ലിയഡ് ഹാസ് 20 ന്യൂട്രോൺസ് അല്ലെ. ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 20 ആണ്. ആൻഡ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 18 ആണ്. ഒന്ന് നോക്കാം നമുക്ക്. നോക്കിയേ, ന്യൂട്രോണിന്റെ എണ്ണം 20, പ്രോട്ടോണിന്റെ എണ്ണം 18. വാട്ട് ഈസ് ഇറ്റ്സ് മാസ് നമ്പർ? മാസ് നമ്പർ കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? പ്രോട്ടോണിന്റെ എണ്ണം തന്നെ അല്ലേ Z ആണ്. സോ A is equal to മാസ് നമ്പർ A is equal to Z+N എന്ന് വരും. ശരിയല്ലേ? ആണ്. Z എത്ര തന്നിരിക്കുന്നത്? 18 ആണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രോട്ടോണിന്റെ എണ്ണം 18 ആണ്. ശരിയല്ലേ? ആണ്. ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 20 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 38 എന്ന് കിട്ടും. ഓപ്ഷനകത്ത് ഉണ്ടോ നോക്ക്. ഉണ്ടല്ലോ, ഉണ്ട് അല്ലേ. മാസ് നമ്പർ കണ്ടുപിടിച്ചല്ലോ. ആണ്, മാസ് നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? എളുപ്പമല്ലേ? എല്ലാവർക്കും അറിയാലോ, ഈ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. പോരെ. യെസ്. ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ന്യൂട്രോൺ നമ്പർ n ഫ്രം ദ മാസ് നമ്പർ? മാസ് നമ്പറിനകത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആൻഡ് അറ്റോമിക് നമ്പർ Z. ഓക്കെ, എന്തോ കണ്ടുപിടിക്കണ്ടേ? ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണിന്റെ എണ്ണം അല്ലെ. നമുക്ക് അറിയാവുന്ന ചില റിലേഷൻസ് നോക്കാം. A is equal to Z+N അല്ലേ? ആണ്. ശരിയല്ലേ? ഇവിടുന്ന് എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ന്യൂട്രോൺ നമ്പർ ആണ്. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം. മാസ് നമ്പർ ഉണ്ട്. അറ്റോമിക് നമ്പർ ഉണ്ട്.
ഓക്കെ അല്ലേ? സോ എന്ന് കാണാൻ എന്ത് ചെയ്യണം? എന്ന് കാണാൻ ഈ അറ്റോമിക് നമ്പർ ഇപ്പുറത്ത് കൊണ്ടുവന്ന അപ്പം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതിയോ? ശരിയല്ലേ? അപ്പൊ n = a-z, ഇതാണ് ശരിയായ ഉത്തരം. ക്ലിയർ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. അപ്പോൾ ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഗീവ്സ് ദ കറക്റ്റ് മാസ് നമ്പർ എ? ശരിയല്ലേ? മാസ് നമ്പർ കിട്ടണം, മാസ് നമ്പർ കിട്ടണം. ഇന്നത്തെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്നാണ് നോക്കിയേ. പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നാൽ മാസ് നമ്പർ കിട്ടുമോ? ഇല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന ആളെ നോക്കിയേ വേണ്ട, അതാ ഇലക്ട്രോൺ വന്ന് വെട്ടി അല്ലേ? ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നു? ഇല്ല. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നു, ശരിയാണ്. അടുത്ത ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് തെറ്റാണ്, തെറ്റാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഗീവ്സ് ദ കറക്റ്റ് മാസ് നമ്പർ? ഉത്തരം എന്താ വരുന്നത്? ഉത്തരം എന്താ? പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നാൽ, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നാൽ മാസ് നമ്പർ ആയി. സെറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വാ പോരെ. അടുത്തത്, ഇനി ന്യൂട്രൽ ആറ്റം ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ്, അല്ലെ? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് എന്നാണ് ചോദ്യം. ശരിയല്ലേ? നോക്കാം. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോട്ടോൺസിന്റെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ന്യൂട്രൽ ആറ്റത്തിന്റെ കാര്യം ഇത്, ന്യൂട്രൽ ആറ്റത്തിന്റെ കാര്യം. അപ്പൊ നോക്കിയേ, യെസ് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു, ന്യൂട്രോൺസിന് തുല്യമാണോ? അല്ല. ഇലക്ട്രോൺസിന് തുല്യമാണോ? ആണ്. ന്യൂക്ലിയോൺസിന് തുല്യമാണോ? അല്ല. മാസ് നമ്പർ തുല്യമാണോ? അല്ല. ഉത്തരം അറിയാലോ, എന്താണ്? ഇലക്ട്രോൺസിനാണ് തുല്യമാണ്. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കിയേ, ഇനി ന്യൂട്രൽ ആറ്റം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ ഓക്കെ, ആ നോക്ക്. യെസ് നോക്ക്, ദ ന്യൂക്ലിയൈഡ് റെപ്രസെന്റേഷൻ ഞാൻ ഇവിടെ വരയ്ക്കാം. XZA, ഇതാണല്ലോ ന്യൂക്ലിയസിന്റെ റെപ്രസെന്റേഷൻ അല്ലെ? ഹാസ് Z എന്ന് പറയുന്നത് എത്ര? Z എന്ന് പറയുന്നത് Z തന്നിട്ടുണ്ട്. Z എന്ന് പറയുന്നത് 8, A എന്ന് പറയുന്നത് 16. കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹൗ മെനി ന്യൂട്രോൺസ് ഡസ് ഇറ്റ് ഹാവ്? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ഇത്തവണ ന്യൂട്രോണിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ റിലേഷൻ. എന്താണ് റിലേഷൻ? A ഈസ് ഈക്വൽ ടു പറ Z പ്ലസ് N ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? N ആണ്. N ഈസ് ഈക്വൽ ടു A-Z. നമുക്കറിയാം അല്ലേ? A എത്ര? മാസ് നമ്പർ എത്ര? 16. അറ്റോമിക് നമ്പർ എത്ര? 8. കുറയ്ക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. ഉത്തരം എത്ര കിട്ടും? 8. ക്ലിയർ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഏകദേശം 10-13 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ. ഓക്കെ ഓക്കെ, യെസ്. അപ്പം മുന്നോട്ട് പോവാം. ഇൻ എ ന്യൂക്ലിയൈഡ് ഹാസ് an atomic number എത്ര? അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 12, ന്യൂട്രോൺ നമ്പർ 12. ശരിയല്ലേ? എന്താണ് മാസ് നമ്പർ? എളുപ്പമല്ലേ? മാസ് നമ്പർ കാണാൻ പറഞ്ഞാൽ എളുപ്പമല്ലേ? 12 + 12 ചെയ്താൽ മതി. എത്ര കിട്ടും? 24. ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും. ക്ലിയർ? ഓക്കെ അല്ലേ? ഉത്തരവുണ്ടോ? ഉത്തരവുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. വേഗം ചെയ്യാം. വാ പോരെ. നോക്ക്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് എ ന്യൂക്ലിയൈഡ് വിത്ത് 14? ക്വസ്റ്റ്യൻ മാറിപ്പോയി, നീങ്ങിപ്പോയി. നോക്കാം. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ന്യൂക്ലിയൈഡ് വിത്ത് 14 ന്യൂട്രോൺ? ന്യൂട്രോണിന്റെ എണ്ണം എത്ര? ന്യൂട്രോണിന്റെ എണ്ണം 14. മാസ് നമ്പർ തന്നിട്ടുണ്ട്. എത്ര? 28. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് അറ്റോമിക് നമ്പർ ആണ്. അറിയാലോ കണ്ടുപിടിക്കാൻ. നോക്ക്, എന്താ റിലേഷൻ? A ഈസ് ഈക്വൽ ടു Z പ്ലസ് N. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Z ഈസ് ഈക്വൽ ടു A-N അല്ലേ? A എത്ര? 28. N എത്ര? 14. കിട്ടുന്ന ആൻസർ എന്താണ്? 14. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര കിട്ടും? 14. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. മുന്നോട്ട് പോകാം. വാ പോരെ. ഓക്കെ, യെസ്. ദ മാസ് നമ്പർ A ഈസ് സം ഓഫ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ഉറപ്പിക്കുകയാണ് നമ്മളല്ലേ. മാസ് നമ്പർ A എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്? പറ. പ്രോട്ടോൺസും ന്യൂട്രോൺസും. ശരിയല്ലേ? ബാക്കി ഓപ്ഷൻസിന്റെ പുറകെ നമ്മൾ പോവാതെ നമുക്ക് കിട്ടുമല്ലോ. സെറ്റായില്ലേ? ഓക്കെ, വാ പോരെ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആൻ ഐസോടോപ്പ്? ഐസോടോപ്പിന് എക്സാമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? 1H1, 1H2, 1H3. ഇതൊക്കെ എന്താണ്? ഐസോടോപ്പുകളാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ശരിയല്ലേ? അതുപോലെ കാർബണിന്റെ ഐസോടോപ്പുകൾ നമ്മൾ കണ്ടായിരുന്നു. കാർബൺ C612, C613, C614. ഇതൊക്കെ എന്താണ്? ഐസോടോപ്പുകളാണ്. കാർബണിന്റെ ഐസോടോപ്പുകളാണ്. ശരിയല്ലേ?
അപ്പൊ നോക്കിയേ, ഇവിടെ ഐസോടോപ്പിന്റെ ഒരു പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എല്ലാവരുടെയും സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറെന്റ്. അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ഐസോടോപ്പ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആൻ ഐസോടോപ്പ് എന്നാ അല്ലേ? മാസ് നമ്പർ സെയിം എന്ന് കൊടുത്തിരിക്കുന്നു, തെറ്റ്. ശരിയല്ലേ? ആണോ? ആണ്. ഇനി സെയിം അറ്റോമിക് നമ്പർ ഉണ്ട്, കറക്റ്റ് ആണ്. സെയിം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സെയിം അറ്റോമിക് നമ്പർ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഡിഫറെന്റ് ന്യൂട്രോൺ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണോ? ന്യൂട്രോൺ എണ്ണം വ്യത്യാസം. ശരിയല്ലേ? ഇവിടുത്തെ ന്യൂട്രോൺ എണ്ണം എത്ര? 0. ഇവിടുത്തെ ന്യൂട്രോൺ എണ്ണം എത്ര? 1. ഇവിടുത്തെ എത്ര? 2. അതെങ്ങനെ കിട്ടി? ഇതിനകത്ത് കുറച്ചാൽ മതി. 1 - 1 0, 2 - 1 3 - 1. ഇവിടെ നോക്കിയേ, ന്യൂട്രോൺ എണ്ണം കറക്റ്റ് ആണ്. നോക്കിയേ, ഇവിടെ എത്ര കിട്ടും? 6, ഇവിടെ എത്ര കിട്ടും? 7, ഇവിടെ എത്ര കിട്ടും? 8. അപ്പൊ നോക്കിയേ, ഇത് കറക്റ്റ് അല്ലേ? അറ്റോമിക് നമ്പർ സെയിം ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂട്രോൺ നമ്പർ. ക്ലിയർ? ഓക്കെ, അറ്റോമിക് നമ്പർ സെയിം ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂട്രോൺ നമ്പർ. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ? അല്ല. നോക്കി വെച്ചോണം, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ അല്ലേ? സെയിം ന്യൂട്രോൺ നമ്പർ വരുന്ന 2 എണ്ണം ഉണ്ട്, വെട്ടിക്കളഞ്ഞ്. ഓക്കെ, സെറ്റ്. ഓക്കെ, വാ പോരെ. അടുത്ത ചോദ്യം. ഇഫ് an atom has 26 protons, പ്രോട്ടോൺ എണ്ണം 26, മാസ് നമ്പർ തന്നിട്ടുണ്ട് 56, ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? ഇതെന്ന് പറയുന്നത് Z ആണ്. സോ മാസ് നമ്പർ ഞാൻ തെറ്റായിട്ട് എഴുതിയത് A ആണ് പറഞ്ഞത്. ഓക്കെ, A is equal to Z plus N. ദെൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ന്യൂട്രോൺ എണ്ണം. N is equal to A minus Z. A 56 minus 26, ആൻസർ 30 എന്ന് കിട്ടും. ഉത്തരം ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ.